ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 6 മണിക്ക് ഇന്ന് എണീറ്റിട്ടുണ്ട്. ഇന്ന് ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് മുഖമൊക്കെ കഴുകി സെറമൊക്കെ അപ്ലൈ ചെയ്തു. ഇത് വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സെറമാണ്. വാവിൻ്റെ നല്ല കോഫിയുടെ സ്മെല്ലുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണിത്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് രാവിലെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അതിനുശേഷം നമ്മൾ ഫേവറേറ്റ് ലിപ് ബാം അപ്ലൈ ചെയ്തു. ഇന്ന് വേഗം തന്നെ അമ്മാറിനെ മദ്രസയിൽ കൊണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവനെ മദ്രസയിലേക്ക് കൊണ്ടാക്കുകയാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡെയിലി ചെന്നാക്കുന്നത്. ഇടയ്ക്ക് ഉമ്മ കൊണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാനാണ് പോകുന്നത്. രാവിലെ തന്നെ ആയതുകൊണ്ട് വേഗം നടക്കുമെന്ന് പറഞ്ഞാൽ അവന് മെല്ലെ നടന്നിട്ടേ പോവുള്ളൂ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 7 മണി ഷാർപ്പ് 7 മണി ആയിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് അവിടെ ബെല്ലടിക്കും. അപ്പോൾ അവനെ എന്താ പറയുക, വേഗം നടക്ക് എന്ന് പറഞ്ഞ് ഞാൻ വേഗം നടത്തുകയാണ്. എന്നെ അവനെ മദ്രസയിൽ കൊണ്ട് ചെന്നാക്കി അവൻ കയറിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി. ഇന്ന് കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. സാധാരണ ഞങ്ങൾ പോകുമ്പോൾ വാഹനങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇന്ന് കുറച്ച് വാഹനങ്ങളൊക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മാറിനെ മദ്രസയിലേക്ക് കൊണ്ടുപോക്കുകയാണ് കേസ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് മുതൽ ഞങ്ങളെ ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ടീച്ചേഴ്സിനുള്ളത്. അതുകൊണ്ട് ഇനി 5 ഡേയ്സ് ട്രെയിനിങ് എക്സ്പീരിയൻസസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നേരത്തെ തിരക്ക് പിടിച്ച് അവനെ അവനെ മദ്രസയിൽ കൊണ്ട് ചെന്നാക്കിയിട്ട് വേണം വേഗം ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. വേഗം തന്നെ 9 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പോകേണ്ടതാണ്. അതുകൊണ്ട് വേഗം അവനെ ഓടിച്ച് വിടുകയാണ്. വേഗം നടക്കുക എന്ന് പറഞ്ഞിട്ട് ഓടിച്ച് വിടുകയാണ്. വേഗം നടന്നു അമ്മാർ. അങ്ങനെ അവനെ മദ്രസയിൽ കൊണ്ട് ചെന്നാക്കി. ഇനി നമ്മൾ വീട്ടിലേക്ക് വേഗം പോകണം. ഇന്ന് ചപ്പാത്തിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ പരത്തി തരുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ചപ്പാത്തി ചുടുകയാണ്. ഇന്ന് ലഞ്ചിനും ഇത് തന്നെയാണ് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോറൊന്നും രാവിലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ടൈമില്ല. ഇന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു. എത്ര നേരത്തെ എണീറ്റാലും എന്തൊക്കെ ചെയ്താലും അതെങ്ങനെയാണെന്നറിയില്ല. സമയം രാവിലെ പറക്കുക ചെയ്യുക. എന്താ ചെയ്യുക, ടൈം കൃത്യമായിട്ട് കിട്ടിയില്ല. പിന്നെ കുറേ ദിവസമായിട്ട് നമ്മൾ നല്ല ഫ്രീ ആയിട്ട് നടക്കല്ലേ. അപ്പോൾ ഇനി ഒന്ന് തിരക്കാകുമ്പം എല്ലാം കൂടി ചടപടേന്നായിരിക്കും. പിന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്തു. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മസാലക്കറിയാണ്. ഉരുളക്കിഴങ്ങും കോട്ടപ്പയറും ഒന്നിച്ചിട്ടിട്ടൊരു കറി, മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. അത് എൻ്റെ ഫേവറേറ്റ് കറിയാണ്. എത്ര രസത്തിലുണ്ടാക്കിയാലും അമ്മാറിന് രാവിലെ ഇങ്ങനത്തെ കറിയൊന്നും ഇഷ്ടാവില്ല. ഓനെന്തെങ്കിൽ ചെറുപയർ വേണം, അല്ലെ പട്ടാണി കടലക്കറി ആയിരിക്കണം. ഇതൊന്നും അല്ലെങ്കിൽ മുട്ട ഓംപ്ലേറ്റോ അല്ലെ ബുൾസൈയോ ആയിരിക്കണം. ഇന്ന് ഓന് ബുൾസൈയും കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്. ഞാൻ ഇറങ്ങാൻ പോവാണ്. അതിന് മുന്നേ ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. വേഗം റെഡിയാണായിരുന്നു. അതുകൊണ്ട് തന്നെ മേക്കപ്പ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മേക്കപ്പ് എന്ന് പറയാനില്ല, വളരെ ലൈറ്റായിട്ടൊരു മേക്കപ്പ്. അങ്ങനെ നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. മേക്കപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും, പിന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, കണ്ണെഴുതും. ഇത്രയൊക്കെയാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. 9 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല വെയിൽ കണ്ടോ. നല്ല വെയിലുണ്ട്. പക്ഷെ അങ്ങനെ ചൂടൊന്നുമില്ല, നല്ല വെളിച്ചമുണ്ടെന്ന് പറയാം. അങ്ങനെ ഭയങ്കര പൊരിയുന്ന ചൂടൊന്നുമല്ല. അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഇനിയിപ്പോൾ തലശ്ശേരിയിലേക്കുള്ള വാഹനം അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ന് റോഡൊക്കെ ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നോക്കി, അങ്ങോട്ടേക്കുള്ള വണ്ടിയൊക്കെ പോകുന്നുണ്ട്. തിരിച്ച് ഇങ്ങോട്ടേക്ക് തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സൊന്നും കാണുന്നില്ല. ഒരു 10 മിനിറ്റോളം ഞാൻ അവിടെ നിന്നു. എൻ്റെ മാമനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇനി 25-ാം തീയതിയൊക്കെ ആവും പോലും ബസ് റൂട്ടിലേക്ക് ഓടാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഓട്ടോ പിടിച്ചു. നേരെ ചിറക്കര സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ലേറ്റായി പോകുന്നുള്ള ഇത്തിരി പേടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ക്ലാസ്സിലെ ലേറ്റായി എത്താൻ പാടില്ലല്ലോ.
റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ പതിവ് പോലെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഓട്ടോയിൽ പോകുന്നത്. ഡയറക്റ്റ് എത്തേണ്ടത് എത്രയോ ദൂരം ഓടിയിട്ടാണ് അവിടെ എത്തേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ തലശ്ശേരിയുടെ രാവിലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എന്ത് രസമല്ലേ, ഓരോ സമയത്ത് ഒരേ സ്ഥലം തന്നെ പല രൂപത്തിലല്ലേ ഇരിക്കുന്നത്. ആൾക്കാരൊന്നുമില്ല, അടച്ചിട്ട കടകൾ, അത്യാവശ്യം വാഹനങ്ങൾ. രാവിലെയുള്ള തലശ്ശേരി കാഴ്ചയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ കടൽപ്പാലത്തിൻ്റെ ആ ഒരു ഏരിയയിലെത്തി. ഇതാണ് തലശ്ശേരിയുടെ എന്താ പറയുക വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ തലശ്ശേരി പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് സാധനങ്ങൾ എന്നും പിന്നെ ലോറി ഇങ്ങനെ വന്ന് കണ്ടോ, ലോറി ഇങ്ങനെ എപ്പോഴും നിർത്തിയിട്ടുണ്ടായിരിക്കും, സാധനങ്ങൾ അങ്ങനെ ഇറക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കുറേ ചേട്ടന്മാർ പിന്നെ ചുമട്ട് തൊഴിലാളി ചേട്ടന്മാരുണ്ടാവും, ഒരുപാട് പേര്. അവരെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കുന്ന കാണാം. രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായി. തലശ്ശേരിയുടെ ഈ ഒരു ഭാഗത്തുള്ള മെയിനായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ ചേട്ടന്മാർ ചുമടിറക്കി വെക്കുന്നതും ഒക്കെ അടുക്കി വെക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ചിരക്കര എത്തി, സ്കൂളിലെത്തി. ലേറ്റായിപ്പോയോ എന്നുള്ളൊരു പേടിയോട് കൂടിയാണ് കേട്ടോ ഞാൻ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത്. ഞാനവിടെ എത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഗ്രൂപ്പായൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ കിട്ടിയിരുന്നത് ക്ലേ കൊണ്ട് സ്കൾപ്ചർ മേക്കിംഗ് ആയിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. ഞാൻ ആർട്ട് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴും ഞങ്ങൾക്ക് ഡ്രോയിങ് അല്ലാതെ സ്കൾപ്ചറിങ് ഉണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈം ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന്. അങ്ങനെ 2-3 എക്സ്പീരിയൻസ് ആയി ഇപ്പോൾ ഇവിടെ നിന്ന്. നമ്മൾ പല രീതിയിലും ഇത് നമ്മളിഷ്ടത്തിന് ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു. എനിക്ക് പൊതുവെ മരങ്ങളാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഇവിടെ ഒരുപാട് അധ്യാപകരുണ്ട്, അവരൊക്കെ അവരുടെ കഴിവ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുതിർന്നവരാണെങ്കിൽ കൂടി കുട്ടികളുടെ മനസ്സാണെന്ന് പറയില്ലേ, നല്ല കുട്ടിത്തം നിറഞ്ഞ ശില്പങ്ങളുണ്ടായിരുന്നു ഇവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ ആൾക്കാരുടെ ഭാവനകൾ നോക്കിയേ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ഇങ്ങനൊരു ക്ലാസ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ വർഷം മുതലാണ് ഡ്രോയിങ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്തത്. ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്. പക്ഷേങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലെല്ലാം എല്ലാ മൊമെൻറ്റ്സും നമ്മൾ ആസ്വദിക്കുക എന്ന് പറയാം. ഇത് കണ്ടോ, ലുട്ടാപ്പിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓരോ വർക്കും നിന്ന് ആസ്വദിച്ചിട്ടാണ് വന്നത്. പക്ഷേ വീഡിയോയിൽ അത്രയും സമയം എടുത്തു വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചു തരികയാണ്. ആദ്യം നമുക്ക് തന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കൈ ഉപയോഗിച്ച് കൊണ്ട് മാത്രം ഒരു ശില്പം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. അത് വലിയ ടാസ്ക്കായിരുന്നു. കാരണം ഒരു കൈ ഉപയോഗിക്കാൻ പാടില്ല, ഒരു കൈ വെച്ചുകൊണ്ട് ചെയ്യാന്ന് പറയുന്ന ടാസ്ക് തന്നെയല്ലേ. അതിനുശേഷം നമ്മൾ ക്ലാസ് എടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ കുട്ടികളെ എങ്ങനെയാണ് സ്കൾപ്ചർ മേക്കിംഗ് എങ്ങനെയാണ് പഠിപ്പിക്കുക, എന്തൊക്കെയാണ് ക്ലാസ്സുകളിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്കിതിലൊക്കെ പരിജ്ഞാനം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്, അവരെങ്ങനെയാണ് ഇങ്ങനെയുള്ള രംഗങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള എക്സ്പ്ലനേഷനാണ് സാറ് തരുന്നത്. എങ്ങനെ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ കൂടെ മ്യൂസിക് ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അവർ ക്ലേ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ, ശില്പം നിർമ്മിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ മാഷ് ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളും കുട്ടികളാണ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് കേൾക്കുന്ന അതേ ഒരു ഫീലാണ്. കാരണം എടുക്കുന്നത് ഒരു അധ്യാപകനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വീണ്ടും കുട്ടിയായ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഈ ക്ലാസ്സിലിരുന്നപ്പം. ഒരുപാട് സുഹൃത്തുക്കളെയും കിട്ടി. ഈ സ്കൾപ്ചർ മേക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അധ്യാപകൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പുള്ളി നല്ലൊരു ശില്പി കൂടിയാണ്. അങ്ങനെ ശില്പങ്ങളെക്കുറിച്ചും ശില്പ നിർമ്മാണത്തെക്കുറിച്ചും കുട്ടികളെ എങ്ങനെ പരിശീലിപ്പിക്കുക എന്നതിനെക്കുറിച്ചും അതിൻ്റെ മെറ്റീരിയൽസ് എങ്ങനെ അവൈലബിൾ ആക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സാർ തരുന്നുണ്ടായിരുന്നു. ഈ ക്ലാസ്സിന് ശേഷം ഒരു മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മ്യൂസിക് ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മ്യൂസിക് ക്ലാസ്സിൽ ഇതിൻ്റെ ബേസിക്സിനെ കുറിച്ചൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പാട്ടൊക്കെ പാടി പ്രാക്ടീസ് ചെയ്തു. അതിനിടയിൽ ഇതുപോലുള്ള നല്ല ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു. ആർട്ട് ക്ലാസ്സിനെ അപേക്ഷിച്ച് മ്യൂസിക് ക്ലാസ്സിലായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നത്. ടീച്ചർ അത് വളരെ ലളിതമായി തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ക്ലാസ്സിന് ശേഷം പിന്നെ സിനിമയെക്കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു. തിരക്കഥയെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും ചെറിയൊരു സിനിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. വർക്കും തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിന് ശേഷം ഞങ്ങളുടെ പേരൊക്കെ എഴുതി ഒട്ടിച്ച ആ ചാർട്ടുകളൊക്കെ നോക്കുമ്പോൾ ചെറിയ കുട്ടിയായി സ്കൂളിൽ പോയ അതേ ഫീലിംഗ് തന്നെയായിരുന്നു.
പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല മഴ പെയ്യുന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ ഇറങ്ങുമ്പോഴേക്കും മഴ പാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ചിറക്കര സ്കൂളിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇതിന് മുന്നേ എൻ്റെ മോൻ്റെ സ്കൂളിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വലിയ സ്കൂളാണ്, നല്ല സൗകര്യങ്ങളും ഉണ്ട്. പോകുന്ന വഴിക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണമെന്ന് ഉമ്മ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മഴ പെയ്യുമോ, എനിക്ക് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയത്തിലാണ് ഞാൻ നടക്കുന്നത്. കണ്ട ആകാശം ഒക്കെ നന്നായിട്ട് കറുത്തിരുണ്ട് വരുന്നുണ്ട് ഗൈസ്. ആ വെളിച്ചമൊക്കെ മങ്ങുന്നുണ്ട്. ഈ സ്കൂളിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്. ആപ്പിപ്പുട്ട് എന്നാണ് അതിൻ്റെ പേര്. അവിടെ നല്ല പുട്ടും നല്ല കറികളുമാണ്. അടുത്ത മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്, സ്പെഷ്യൽ ഐറ്റം പുട്ടാണ്. രാത്രിയാണ് അധികം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഈ ഭാഗത്തൂടെ പോകാൻ കഴിയില്ല, അത്ര ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. അങ്ങനെ അവിടുന്ന് ബസ്സൊക്കെ കയറി പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ എൻ്റെ ഫോണ് കയ്യിൽ നിന്ന് വീഴാറായിട്ടുണ്ടായിരുന്നു ഗീസ്. അങ്ങനെ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. കണ്ടോ ആകാശമൊക്കെ നോക്കിയേ, മഴ പാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, വീഡിയോയിൽ മഴ പാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഷോപ്പുകളിൽ ഇങ്ങനെ നോക്കി നോക്കി വേഗം നടന്ന് നീങ്ങാനാവില്ല, കാരണം ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരൊക്കെ നടന്നാലേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഞാൻ സ്ഥിരം മേടിക്കാറുള്ള ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ചേട്ടനുണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് മുന്തിരിങ്ങയും മാങ്ങയൊക്കെ വാങ്ങുന്നുണ്ട്. കിലോ 60-100 രൂപയ്ക്ക് 2 കിലോ മാങ്ങ 1.4 100 1.4 രൂപ കൊണ്ടാ. എങ്ങനെ പിള്ളേ എല്ലാം അടിപൊളിയാണ്. ഇങ്ങനെ കൊണ്ടുപോകും കവർ ഉണ്ടാവോ, പിടിക്കുന്ന കവർ? അങ്ങനെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. ഇനി ഇവിടെ ചുറ്റിത്തിരിയാൻ കഴിയില്ല. മഴ നന്നായി പാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മഴയത്തായി പോകും ഗൈസ്. കുടയൊന്നുമില്ല കയ്യിൽ. അങ്ങനെ ഓടിപ്പിടിച്ച് വേഗം ഓട്ടോ കയറി രക്ഷപ്പെടാനുള്ള തിരക്കിലാണ് ഞാൻ. അപ്പോൾ അവിടെ ഈ ഭാഗത്ത് ഭയങ്കര സൗണ്ടായിരിക്കും കച്ചവടക്കാരുടെയും. അതായത് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാർ. നമ്മൾ തൃച്ചി പോയപ്പോൾ കണ്ടില്ല, അവിടെയുള്ള അവിടെയുള്ള വലിയ, ചെറുതല്ല, അവിടുത്തെ വലിയ ഫ്രൂട്ട് മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റൊക്കെ കാണിച്ചു തന്നിട്ടില്ല ഞാൻ. ഇവിടെ നമ്മളെ കുഞ്ഞി 2-3 കൊട്ടയൊക്കെ വെച്ചിട്ട് ചേട്ടന്മാർ വെക്കുന്ന ചെറിയൊരു മാർക്കറ്റാണ് ഇതുണ്ടാവുക. അങ്ങനെ ഞാൻ ഓട്ടോയിലേക്ക് കയറാണ്, വീട്ടിലേക്ക് പോവാണ്. അതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നന്നായി മഴ പെയ്യുമെന്ന് നല്ല പേടിയുണ്ട്. ചെറുതായി മഴയുള്ളത് കൊണ്ട് തന്നെ ഓട്ടോയുടെ ഗ്ലാസ്സിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത്. അല്ലാതെ പുറത്ത് നോക്കി അങ്ങനെ മഴ പെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, വീഡിയോയിൽ ഫീൽ ചെയ്യുന്നില്ല. നടന്നു വരുന്നൊക്കെ മേലൊക്കെ വെള്ളം ചെറുതായിട്ട് നനയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ, ചെറുതായിട്ട് മഴ പാറുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആകാശം ഇപ്പോൾ വീഡിയോയിൽ കുറച്ച് വെളിച്ചമുള്ളതായിട്ട് കാണുന്നത് നോക്കണ്ട, ഡയറക്റ്റ് കുറച്ച് എന്താ പറയുക, ഇരുട്ട് പിടിച്ച് വരുന്ന ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുക, വീട്ടിലെത്തുക എന്നുള്ളതാണ്. പിന്നെ വിശപ്പിൻ്റെ വിളി വല്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. വിശന്ന് കുടൽ കത്തിയിട്ടുണ്ട്. 2 ചപ്പാത്തി മാത്രം ഉച്ചയ്ക്ക് കഴിച്ചത്. വീട്ടിൽ പോയിട്ട് വേണം ഇനി ചോറൊക്കെ തിന്നാൻ വേണ്ടി.
ഈ ഒരു ഭാഗത്ത് എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ തലശ്ശേരിയിൽ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വാഹനങ്ങളൊക്കെ വഴി മാറി ഓടുന്നത് കൊണ്ടും പൊതുവെ ഭയങ്കര ബ്ലോക്കാണ്. അതിൻ്റെ കൂടെ ഇപ്പോഴും ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ പഴയ ബസ് സ്റ്റാൻഡ് എത്തി. ഇനി ഇത്തിരിയുള്ള വീട്ടിലേക്ക്. അപ്പോൾ സമാധാനമായി, പകുതി ദൂരം കഴിഞ്ഞല്ലോ. ഇത് പറയുന്നത് കേട്ടത് വളരെ ദൂരത്താണെന്ന്. ഒന്നല്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ദൂരം വലിയ ദൂരമായിട്ട് ഫീൽ ചെയ്യും. വീട്ടിലെത്തിയിട്ട് വേണ്ട എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. അങ്ങനെ വീടെത്താറായിട്ടോ. എന്നെ വീട്ടിലെത്തിയിട്ട് വേണം അമ്മോട് ചോദിക്കാൻ എന്തൊക്കെയാണ് ഇന്ന് ഫുഡ്, എന്താണ് ഉച്ചക്ക് വെച്ചതൊക്കെ ചോദിക്കണം. വേഗം പോയി കഴിക്കണം. എന്നിട്ടോ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം. കുറേ പരിപാടിയുണ്ട്. ഇപ്പം ഏകദേശം 5:30 മണിയായിട്ടോ. 5:30 മണിയായി. ഇനി അത്ര നേരം റെസ്റ്റൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കേണ്ട തിരക്കുകളൊക്കെ ഉണ്ടാകും. അമ്മാർ എന്നെ കാത്തിരിക്കുന്നുണ്ട്. മദ്രസയെ കൊണ്ടാക്കാൻ പോയതാണ്. പിന്നെ അവനെന്നെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ പോയാലേ കാണുള്ളൂ. എന്തൊക്കെ പരിഭവം പറിച്ചലാണോ ഉണ്ടാവാനൊന്നും അറിയില്ല. അവന് മിഠായിയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലേക്ക് എത്തി. ഇനി വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ ഫുഡിന് മോര് കറിയുണ്ട്, പിന്നെ പയറുപ്പേരിയുണ്ട്, അല്ലെങ്കിൽ പയർ വറവുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നത്തൽ തന്നെ, നത്തോലി പറയുന്ന മീനില്ലേ, അതാണ് മേടിക്കാറ്. അതാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ്. അതുകൊണ്ട് ഇപ്പോൾ 2-3 പ്രാവശ്യമായി ഉമ്മ ഇത് തന്നെ മേടിക്കുന്നത്. രസമുണ്ട് കേട്ടോ, കറിയൊക്കെ അടിപൊളിയാണ്. പക്ഷേ എന്താ പറയുക, വെറൈറ്റി ആയിരിക്കണമെന്നില്ല, അതാണല്ലോ ഒരു രസം. അപ്പോൾ നെത്തൽ തന്നെയാണ് എന്നും കറി. അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ച പാടന്നെ ഉമ്മ ഞാൻ കൊണ്ടുവന്ന മുന്തിരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കറണ്ട് പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇരുട്ടത്താണ് ഡിന്നറൊക്കെ ഉണ്ടാക്കിയത്. ഗോതമ്പ് ദോശയും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.